ഡി-സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷം 3 KSU പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. യൂണിയൻ ചെയർപേഴ്സന്റെ പരാതിയിൽ 10 SFI പ്രവർത്തകർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. പറവൂർ സ്വദേശി KL ജൂഡാണ് പിടിയിലായത്. ഭൂമിയുടെ അവകാശരേഖ അനുവദിക്കുന്നതിനായി പണം കൈപ്പറ്റുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ദേശീയപാത വികസനത്തിനായുള്ള മണ്ണെടുപ്പ്. വാഗ മറ്റം റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കാറളത്ത് വീടിന്റെ പൂട്ട് പൊളിച്ച് മോഷണം. 10 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സീനിയർ നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് കുന്നംകുളത്ത് തുടരുന്നു. 36 സ്വർണവുമായി ആതിഥേയരായ കേരളം 1ാം സ്ഥാനത്ത് കുതിക്കുന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. മാളയിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 KSU പ്രവർത്തകരെ കൂടി മാള പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് സ്വദേശി അക്ഷയ്, എങ്കക്കാട് സ്വദേശി ആദിത്യൻ, തിരുവിലാമല സ്വദേശി സാരംഗ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കലോത്സവത്തിലെ അപാകത സംബന്ധിച്ച് ചോദ്യം ചെയ്ത SFI പ്രവർത്തകരെ ഇരുമ്പ് പൈപ്പ്, മുളവടി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. അതേസമയം ഇവർ ആലുവ മുപ്പത്തടത്ത് വെച്ച് കീഴടങ്ങുകയായിരുന്നുവെന്ന് KSU നേതാക്കൾ അറിയിച്ചു. അതേസമയം കാലിക്കറ്റ് സർവകലാശാല ചെയർപേഴ്സൺ നിത ഫാത്തിമ, KSU പ്രവർത്തകനായ ഷാജി എന്നിവരുടെ പരാതിയിൽ SFI പ്രവർത്തകരായ ആശിഷ്, റിസ്വാൻ, മനീഷ് ഉൾപ്പെടെ 10 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ അന്യായമായി സംഘം ചേരൽ, മനഃപൂർവമായ നരഹത്യാശ്രമം, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് KKTM കോളേജിൽ KSUവിന്റെ പ്രചരണോപാധികൾ കത്തിച്ച് നശിപ്പിച്ച SFIക്കാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് KSU പ്രവർത്തകർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു. AR രാമദാസ്, AM മുസമ്മിൽ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ KS കമറുദ്ദീൻ, A ചന്ദ്രൻ, റുവിൻ വിശ്വം, സനിൽ സത്യൻ, സുനിൽ കളരിക്കൽ, സാബു കണ്ടത്തിൽ എന്നിവർ പങ്കെടുത്തു. 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിലായി. അതിരപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസർ KL ജൂഡാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. വൈശ്ശേരി സ്വദേശി ഷൈജനിൽ നിന്നാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയത്. തന്റെ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് റേറ്റ് ഓഫ് രജിസ്റ്റർ ലഭിക്കുന്നതിന് വേണ്ടി ഷൈജൻ വില്ലേജ് ഓഫീസറെ സമീപിച്ചപ്പോൾ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ഈ വിവരം ഇയാൾ തൃശൂർ വിജിലൻസ് ഓഫീസിൽ അറിയിച്ചു. തുടർന്ന് ഡിവൈഎസ്പി ജിം പോൾ നിർദ്ദേശിച്ചത് അനുസരിച്ചായിരുന്നു ഷൈജൻ പണവുമായി വില്ലേജ് ഓഫീസിലെത്തിയത്. പണം കൈമാറുമ്പോൾ കൈയോടെ വിജിലൻസ് സംഘം വില്ലേജ് ഓഫീസറെ പിടികൂടുകയായിരുന്നു. വില്ലേജ് ഓഫീസറെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. മുൻപും കൈക്കൂലി കേസിൽ ജൂഡിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സർക്കാർ വലിയ സംവിധാനങ്ങളുടെ വില്ലേജ് ഓഫീസുകൾ നിർമ്മിക്കുമ്പോൾ സാധാരണക്കാരന് അഭയമാകേണ്ട വില്ലേജ് ഓഫീസുകൾ അഴിമതിയുടെ കേന്ദ്രങ്ങളായി മാറുന്നതായും അഴിമതിയുടെ കറ പുരളുന്ന ഉദ്യോഗസ്ഥർക്ക് തക്ക ശിക്ഷ നൽകണമെന്നും അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK രജേഷ് പറഞ്ഞു. അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങിയ കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയാണ്. ഇതുവരെ വിജിലൻസിന് പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിരവധി സാധാരണക്കാരുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടാത്ത വില്ലേജ് ഓഫീസറിനെതിരെ നിരന്തരം നമ്മുടെ പഞ്ചായത്തിലത്തെ സാധാരണക്കാരനെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. വിജിലൻസ് ഈ പണം കണ്ടെത്തും, ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് താല്പര്യം കാണിക്കാത്ത ഇയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് വ്യക്തമാക്കുന്നത്. ദേശീയപാത വികസനത്തിനായുള്ള മണ്ണെടുപ്പ് മൂലം വാഗ മറ്റം റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം. ഇരുചക്ര വാഹന യാത്രികർ തെന്നി വീഴുന്നത് നിത്യസംഭവം. വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിൽ യുവതിക്ക് സാരമായി പരിക്കേറ്റു. വാഗ എടക്കളത്തൂർ വീട്ടിൽ അൾജിൻ ഭാര്യ മീനുവിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ മീനു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 5 മാസത്തിലേറെയായി എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നാണ് വലിയ കുന്നുകൾ ഇടിച്ച് ദേശീയപാത വികസനത്തിനായി മണ്ണെടുക്കുന്നത്. ദിനംപ്രതി 50ഓളം ടോറസ് ലോറികളാണ് ചേലൂരിൽ നിന്ന് മണ്ണുമായി റോഡ് നിർമ്മാണം നടക്കുന്ന മേഖലയിലേക്ക് പോകുന്നത്. ടോറസ് ലോറികളിൽ ഉൾക്കൊള്ളാവുന്നതിലുമധികം മണ്ണ് നിറച്ച് പോകുന്നതിനാൽ വാഹനത്തിൽ നിന്നും റോഡിലേക്ക് മണ്ണ് തെറിച്ചു വീഴുന്നത് പതിവാണ്.
മണ്ണിന്റെ പൊടി സമീപത്തെ വീടുകളിലേക്ക് കാറ്റടിച്ച് എത്തുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് കരാറുകാരൻ റോഡിൽ വീണുകിടക്കുന്ന മണ്ണിന് മുകളിലേക്ക് വെള്ളമടിക്കുന്നതിനാൽ റോഡ് ചെളിക്കുളത്തിന് സമാനമാണ്. മാസങ്ങളായി പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനായ പ്രസാദ് വാഗ പറഞ്ഞു. രാത്രിയിൽ ഒരുപാട് ടോറസുകൾ വന്നിട്ട് ഇവിടുന്ന് മണ്ണടിച്ച് കൊണ്ടുപോയിട്ട് ഓവർലോഡ് കയറ്റി വന്ന് ഈ റോഡിലൂടെ മുഴുവൻ മണ്ണ് ഈ റോഡിന്റെ അവസ്ഥ കാണണം. അത്രയും മോശമായ രീതിയിൽ അതിന്റെ മുകളിൽ രാവിലെ ഇവരെ ഒരു അത് ആളുകളെ കാണിക്കുന്ന ഒരു പ്രഹസനം എന്നുള്ള നിലയിൽ കുറച്ച് വെള്ളം നനയ്ക്കും. ആ നനയ്ക്കൽ കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ വരുന്ന സമയമാണ്. ഒരു 7 മണി 7 തൊട്ട് 9 വരെ ഈ റോഡ് നിറയെ വണ്ടികൾ പോകുന്ന ഒരു സാഹചര്യമാണ്. ആ വണ്ടിയിൽ പോകുന്ന ആളുകൾ നിരന്തരമായി വീഴാണ്. TC വിനോസ്, കുന്നംകുളം. കാറളത്ത് വീടിന്റെ പൂട്ട് പൊളിച്ച് മോഷണം. 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. കാറളം നന്ദിയിലെ ഗെയിൽ ഓഫീസിന് സമീപം താമസിക്കുന്ന പൊന്നാരി പ്രേമന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പ്രേമന്റെ സഹോദരനെ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ വന്നപ്പോഴാണ് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത്. തുടർന്ന് നടന്ന പരിശോധനയിൽ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. മാസ്റ്റേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് നടക്കുന്ന സീനിയർ നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ കേരളം 104 പോയിന്റുമായി മുന്നേറ്റം തുടരുന്നു. 36 സ്വർണവും 36 വെള്ളിയും 32 വെങ്കലവും നേടിയാണ് കേരളം മുന്നിൽ നിൽക്കുന്നത്. 24 സ്വർണം നേടി മണിപ്പൂർ 2ാം സ്ഥാനത്തും 21 സ്വർണം നേടി തെലങ്കാന 3ാം സ്ഥാനത്തും തുടരുന്നു. ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുറിച്ച് നാഷണൽ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് P. സുരേഷ് കുമാർ ശർമ്മ പതാക ഉയർത്തി. 400 മീറ്റർ ഓട്ട മത്സരത്തിൽ 30 മുതൽ 90 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പങ്കെടുത്തു. ലോങ് ജമ്പ് മത്സരവും നടന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1000-ലധികം പുരുഷ വനിതാ മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് സുരേഷ് കുമാർ ശർമ്മ അധ്യക്ഷത വഹിച്ചു. ചാമ്പ്യൻഷിപ്പ് തിങ്കളാഴ്ച സമാപിക്കും. സംസ്ഥാനത്ത് അടുത്ത മാസം 27-ന് തീരദേശ ഹർത്താൽ ആചരിക്കും. മണൽ ഖനന പദ്ധതിക്കെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളിക്കൊപ്പം മത്സ്യവിതരണക്കാരും സമരത്തിൽ പങ്കെടുക്കും. ഹർത്താലിന് മുന്നോടിയായി ഫെബ്രുവരി 17-ന് കൊല്ലത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കും. മാർച്ച് 5-ന് പാർലമെന്റ് മാർച്ച് നടത്തുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ആമ്പല്ലൂരിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡിൽ കാർ കാനയിലേക്ക് ചെരിഞ്ഞ് അപകടം. കാനയോട് ചേർന്നുള്ള കുഴിയിലാണ് കാർ കുടുങ്ങിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതുക്കാട് ഭാഗത്തുനിന്നും തലൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും സുരക്ഷിതമായ യാത്ര ഒരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേശീയപാതയിലെ അടിപ്പാതയുമായി ബന്ധപ്പെട്ടുള്ള പണികൾ ആരംഭിച്ചിട്ട് 5 മാസത്തിലേറെയായി. കൃത്യമായി സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തതാണ് അപകട കാരണമെന്ന് പൊതുപ്രവർത്തകനായ VR രബീഷ് പറഞ്ഞു. ഈ മേൽപ്പാലത്തിന്റെ പണി തുടങ്ങിയിട്ട് 4-5 മാസമായി. ഇതേവരെ ഇത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് തന്നെയല്ല, നിരവധിയായ അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മെറ്റൽ കൂട്ടിയിട്ടിട്ട് പൊടി പറന്ന് ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ പൊടി കയറി ഹോട്ടലുകളടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്താൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇത് ഉടനടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ പല കടക്കാരും ആത്മഹത്യ ചെയ്യുന്ന വരെ സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പൊടി കാരണം സമീപത്തുള്ള കച്ചവടക്കാർ വലിയ പ്രതിസന്ധിയിലാണെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉടനടി പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിരപ്പള്ളി പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി CPM-ലെ KK റിജേഷിനെ തെരഞ്ഞെടുത്തു. റിജേഷിന് 8ഉം എതിർ സ്ഥാനാർത്ഥി UDF-ലെ M. മുത്തുവിന് 4 വോട്ടുകൾ ലഭിച്ചു. BJP-യിലെ സനീഷ ഷെമി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. LDF-ലെ മുൻ ധാരണ പ്രകാരം CPI പ്രതിനിധി ആതിര ദേവരാജൻ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മലയോര ജനതയെ സംസ്ഥാന സർക്കാർ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വന്യമൃഗങ്ങളുടെ പിടിയിൽ നിന്നും മലയോര ജനതയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന മലയോര യാത്രയ്ക്ക് കോടശ്ശേരി ചായപ്പൻകുഴിയിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗങ്ങൾ നാട്ടുകാരുടെ ദൈനംദിന ജീവിതത്തിന് ഭീഷണിയാകുമ്പോഴും വനം വകുപ്പും സർക്കാരും നോക്കുകുത്തിയാകുകയാണ്. കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഒരു നടപടിയും ഇവർ കൈക്കൊള്ളുന്നില്ല.
കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് നിരവധി പേരാണ് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഷ്ടപരിഹാര തുക നൽകാനും സർക്കാർ തയ്യാറാകുന്നില്ല. ഈ അവസ്ഥ തുടർന്നാൽ മലയോര ജനത ഇവിടെ നിന്നും മാറിപ്പോകേണ്ട അവസ്ഥയാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ MM ഹസൻ, ബെന്നി ബെഹനാൻ MP, MLAമാരായ ഷാനിമോൾ ഉസ്മാൻ, ഷിബു ബേബി ജോൺ, അൻവർ സാദത്ത്, റോജി M ജോൺ, അനൂപ് ജേക്കബ്, തോമസ് ഉണ്ണിയാടൻ, അനിലക്കര, മുൻ MP രമ്യ ഹരിദാസ്, ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരം മുള്ളൻ ബസാറിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മുള്ളൻ ബസാർ സ്വദേശി കരിനാട്ട് വീട്ടിൽ വിഷ്ണുവിനെയാണ് മതിലകം പോലീസും കൊടുങ്ങല്ലൂർ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത്. വിഷ്ണുവിന്റെ താമസ സ്ഥലത്തു നിന്നും 9 ചെറിയ പാക്കറ്റുകളായി സൂക്ഷിച്ചിരുന്ന 75 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. മതിലകം SI രമ്യ കാർത്തികേയന്റെ നേതൃത്വത്തിൽ പ്രൊബേഷൻ SI സഹദ്, ASI പ്രജീഷ് ലിജു, സീനിയർ CPO ബിജു, ജമാൽ നിഷാന്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് കഞ്ചാവ് പിടികൂടിയത്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളെ കാപ്പ ചുമത്തി നാടുകടത്തി. അഴീക്കോട് ബീച്ച് സ്വദേശി തേർപ്പുരയ്ക്കൽ വീട്ടിൽ ലാലു എന്നറിയപ്പെടുന്ന ലാലിനെയാണ് 6 മാസത്തേക്ക് നാട് കടത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസുകളിലും 5ഓളം ദേഹോപദ്രവ കേസുകളിലും പ്രതിയാണ് ഇയാൾ. കഴിഞ്ഞ ഒക്ടോബറിൽ മേനോൻ ബസാറിൽ യാത്രാക്കൂലി ചോദിച്ച ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ BK അരുൺ, ASI സുമേഷ് ബാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിജോ തോമാച്ചൻ എന്നിവരാണ് പ്രതിയെ പിടികൂടി നടപടി സ്വീകരിച്ചത്. ചാവക്കാട് വടക്കാഞ്ചേരി റോഡിന്റെ ചാട്ടുകുളം മുതൽ ചാവക്കാട് വരെയുള്ള റോഡ് വീതി കൂട്ടാനും മമ്മിയൂർ ഫ്ലൈഓവർ നിർമ്മാണത്തിലും 2ാം ഘട്ടം സ്ഥല ഉടമകളുടെ യോഗം ചേർന്നു. ചാവക്കാട് നഗരസഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA NK അക്ബർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, പൊതുമരാമത്ത് റോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ്, ചാവക്കാട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുമെന്ന് MLA യോഗത്തിൽ വ്യക്തമാക്കി. യോഗത്തിൽ 200-ലധികം പേർ പങ്കെടുത്തു. തിരുവില്ലാമലയിൽ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ പരിപ്പിൽ നിറയെ പുഴുക്കളും കുറുഞ്ചാത്തനും. BJP സംസ്ഥാന കൌൺസിൽ അംഗം PK മണി വീട്ടിലേക്ക് വാങ്ങിയ പരിപ്പാണ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായത്. ഇതിനെതിരെ BJP പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിൽ സംസ്ഥാന കൌൺസിൽ അംഗം PK മണി, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PK ഉമേഷ്, വേലുക്കുട്ടി, ശ്രീകുമാർ, വേണു, സന്തോഷ്, കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അഴീക്കോട് കടലിൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ച ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥ സംഘം പിടികൂടി. എറണാകുളം ഓച്ചന്തുരത്ത് അടിപ്പേറ്റി വീട്ടിൽ ബെർണാഡ് ബെന്നിയുടെ ഉടമസ്ഥതയിലുള്ള മേരിമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് പിടിയിലായത്. മിനിമം ലീഗൽ സൈസ് ഇല്ലാത്ത 6000 കിലോ കിളിമീൻ ബോട്ടിൽ നിന്നും കണ്ടെടുത്തു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത്. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് 2.5 ലക്ഷം രൂപ പിഴ ഇനത്തിലും ഉപയോഗശൂന്യമായ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച് 1 ലക്ഷം രൂപയും ട്രഷറിയിൽ അടപ്പിച്ചു. AFEO സംന ഗോപൻ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, VM ഷൈബു തുടങ്ങിയവർ പ്രത്യേക പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂർ തിരുനാവായ റെയിൽപാത നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് ദൃശ്യ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിവിധ സംഘടനാ പ്രതിനിധികളുടെ യോഗം ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ നിന്ന് പഴനി, മധുര വഴി രാമേശ്വരത്തേക്ക് പുതിയ സർവീസ് അനുവദിക്കണമെന്നും കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച തൃശൂർ പാസഞ്ചർ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇതിനായി പ്രധാനമന്ത്രി, കേന്ദ്ര റെയിൽവേ മന്ത്രി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി V അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകും.
റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വർദ്ധിച്ചുവരുന്ന മോഷണങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതിന് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും റോട്ടറി ക്ലബ്ബ് സ്ഥാപിച്ച പ്രീപെയ്ഡ് ഓട്ടോ കൌണ്ടർ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ദൃശ്യ പ്രസിഡന്റ് കെ ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു. അരവിന്ദൻ പല്ലത്ത്, ആർ രവികുമാർ, OKR മണികണ്ഠൻ, GV രാമനാഥൻ, PS ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വധശ്രമ കേസിൽ യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മാള മടത്തുമടി സ്വദേശി കോനാട്ട് വീട്ടിൽ ജിഷ്ണുവാണ് അറസ്റ്റിലായത്. കഞ്ചാവ് വിൽക്കുന്നതിനെതിരെ പരാതി കൊടുത്ത വിരോധത്തിൽ ഭീഷണിപ്പെടുത്തി 3 പേരെ കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. 2022 ഏപ്രിലിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതു വായനശാലയ്ക്ക് തുടർച്ചയായി 4ാം വർഷവും A+ അംഗീകാരം. 91 വർഷം മുമ്പാണ് വടക്കാഞ്ചേരിയിൽ കേരളവർമ്മ പൊതുവായനശാല രൂപീകരിച്ചത്. 1951 ജൂൺ 21-ന് 1157 നമ്പറായി തിരുവിതാംകൂർ കൊച്ചി ഗ്രന്ഥശാല സംഘത്തിൽ രജിസ്റ്റർ ചെയ്തു. 95-ൽ ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്തു. 2008-ൽ മികച്ച ലൈബ്രറിക്കുള്ള EMS പുരസ്കാരം നേടി. ഈ നേട്ടം കൈവരിച്ച ജില്ലയിലെ ഏക ലൈബ്രറിയാണ് കേരളവർമ്മ. 35,000-ഓളം പുസ്തകങ്ങളിൽ പകുതിയോളം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. ഗവേഷണ പ്രബന്ധങ്ങളും വിശാലമായ ലൈബ്രറി ഹാളും ശീതീകരിച്ച സെമിനാർ ഹാളും വായനശാലയുടെ പ്രധാന സവിശേഷതകളാണ്. ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുള്ള വിവിധ വേദികളും കരിയർ ഗൈഡൻസ് സെന്ററും പ്രവർത്തിക്കുന്ന വായനശാലയിൽ മെമ്പർമാരുടെ എണ്ണം 500-ലധികമാണ്. കലാമണ്ഡലം ഹൈദരാലി സംഗീതോത്സവം, ഭരതം ലളിതം സ്മൃതി പരിപാടി, സുമംഗല സ്മൃതി, ഭരതൻ പുരസ്കാര ശിശുദിന ചിത്രരചനാ മത്സരം എന്നീ സാംസ്കാരിക പരിപാടികൾ വർഷം തോറും ഇവിടെ നടത്താറുണ്ട്. ലൈബ്രറി അംഗം കൂടിയായ സേവിയർ ചിറ്റിലപ്പള്ളി MLA ലൈബ്രറിയെ സാംസ്കാരിക സമുച്ചയമാക്കി നവീകരിക്കാൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. വി മുരളി വായനശാല പ്രസിഡന്റും G സത്യൻ സെക്രട്ടറിയുമാണ്. TC വിനോസ്, വടക്കാഞ്ചേരി. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 10 ലിറ്ററോളം വിദേശ മദ്യവുമായി യുവാവിനെ ചാവക്കാട് പോലീസ് പിടികൂടി. എടക്കഴിയൂർ ആറാങ്കല്ല് പടിഞ്ഞാറ് താമരശ്ശേരി വീട്ടിൽ വിജയനെയാണ് ചാവക്കാട് SHO VV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 22ഓളം ബോട്ടിൽ പിടികൂടിയത്. പ്രശസ്ത ചുമർ ചിത്ര കലാകാരൻ അപ്പുകുട്ടൻ കോട്ടപ്പടി അന്തരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശിയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന പ്രൊഫഷണൽ മ്യൂറൽ ചിത്രകാരനാണ്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ചന്ദ്രാപിന്നിയിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന യുവതിയെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിന് പടിഞ്ഞാറ് മണ്ഡലാക്കലിൽ താമസിച്ചിരുന്ന യുവതിയാണ് മരിച്ചത്. രേഖ എന്ന പേരാണ് അയൽവാസികൾ പറഞ്ഞത്. എന്നാൽ ഇവർ മറ്റു പല പേരിലും പലയിടത്തും താമസിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. 5 മാസം മുൻപാണ് ചന്ദ്രാപിന്നിയിൽ താമസമാക്കിയത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗം നടന്നു. ദേശമംഗലം പഞ്ചായത്തിനെയും പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം നിർമ്മാണം ജനങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ ഉടനെ നടക്കുമെന്ന് MLAമാരായ UR പ്രദീപ്, മുഹമ്മദ് മുഹസിൻ എന്നിവർ പറഞ്ഞു. യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. കാലതാമസം കൂടാതെ പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ യോഗത്തിൽ ധാരണയായി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രാജേഷ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരായ കൃഷ്ണരാജ്, EI സജിത്ത്, VG രഞ്ജിത്ത്, KC കൃഷ്ണകുമാർ, S ജേക്കബ്, CR ജയന്തി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ സമ്മേളനം കൊടകരയിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TG ബാബു ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മേഖലാ പ്രസിഡന്റ് K മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സുലൈമാൻ തിരുവില്ലാമല, ജില്ലാ വൈസ് പ്രസിഡന്റ് AK ഖാജ ഹുസൈൻ, ജില്ലാ രക്ഷാധികാരി അബ്ദുൽ ലത്തീഫ്, PM സുനിൽകുമാർ, സുബൈർ കോടാലി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണലൂർ പഞ്ചായത്ത് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
യൂണിറ്റ് പ്രസിഡന്റ് KP ജോൺസൺ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് മുണ്ടശ്ശേരി, യൂണിറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ കൊച്ചത്ത്, ട്രഷറർ VV ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ വിൽപ്പന നടത്തുന്ന ഭാരത് അരി ഉപയോഗശൂന്യമാണെന്ന് ആരോപണം. മാപ്രാണം മാടായിക്കോണം സ്വദേശി കോമ്പാറക്കാരൻ യോഹനാനാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം മാപ്രാണത്ത് വാഹനത്തിൽ അരി വിൽപ്പന നടത്തിയിരുന്നു. കൌൺസിലറുടെ നിർദ്ദേശപ്രകാരമാണ് കിലോയ്ക്ക് 34 രൂപ നിരക്കിൽ 10 കിലോ അരി യോഹനാൻ വാങ്ങിയത്. ചോറ് വെച്ചതിന് ശേഷം ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലാണെന്ന് യോഹനാൻ പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് യോഹനാൻ മാടായിക്കോണത്ത് ഒറ്റയാൾ പ്രതിഷേധം നടത്തി. 340 രൂപയാണ് ഒരു കിലോ 10 കിലോ അരിക്കുള്ള വില. അരി വളരെ മോശമായിരുന്നു. അരിയാണ് ഇവിടെ കാണിക്കുന്നത്. ചോറ് വെച്ചപ്പോൾ ഈ അരിയായി. അതിന് നല്ലത് പാൽപ്പായസം വയ്ക്കാം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒറ്റയാൻ പ്രതിഷേധമാണത്. വീട്ടിൽ ഞാൻ 340 രൂപയ്ക്ക് അരി മേടിച്ചിട്ട് 2 ദിവസം പോലും വെക്കാൻ പറ്റിയില്ല. ഞാൻ കൗൺസിലറോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ ഭാഗത്ത് എല്ലാവരും പറഞ്ഞു ഈ അരി ശരിയല്ല. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മണലൂർ ഏരിയ കമ്മിറ്റി കാനാണിയിൽ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി അധ്യക്ഷനായി. പ്രൊഫസർ V കാർത്തികേയൻ നായർ, ഏരിയ സെക്രട്ടറി PA രമേശൻ, CPM ഗുജറാത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാമചന്ദ്രൻ മാണിക്കത്ത്, ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ശശിധരൻ, ലതി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തത്വമാണ്. ആ തത്വത്തിൽ എഴുത്തുകാർ കൃത്യമായിരുന്നു പ്രസ്ഥാനം ഉണ്ടായത്. ആ പുരോഗമന സാഹിത്യത്തെ 45 അധ്യക്ഷ പ്രസംഗത്തിന് വിളിച്ചുകൂടാതികൾക്ക് മറ്റത്തൂർ പഞ്ചായത്ത് 7 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച നൂലുവള്ളി സബ് സെന്ററിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, പഞ്ചായത്ത് അംഗങ്ങളായ NP അഭിലാഷ്, സീബ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുള്ളൂർക്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. വാഴക്കോട് BRD റോഡിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കുടുംബശ്രീ പ്രവർത്തകർ ജോലി ചെയ്യുന്നതിനിടയിലാണ് പുലിയെ കണ്ടതായി പറയുന്നത്. ഉടൻ ഇവർ പണി നിർത്തി ഓടിപ്പോവുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടത്ത്, വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ എന്നിവരും വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞത്തിന് ചാവക്കാട് നഗരസഭയിൽ തുടക്കമായി. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഷപ്ന കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രഖ്യാപനം ഞായറാഴ്ച നടക്കുമെന്ന് ഗ്രാമീണ വായനശാല കളരിപ്പറമ്പ് ആർട്സ് ഓഫ് കളരിപ്പറമ്പ് ഭാരവാഹികൾ അറിയിച്ചു. ജനകീയ കൂട്ടായ്മയിലൂടെ കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്ക് സമീപം 68 ലക്ഷം രൂപ ചിലവിട്ടാണ് 40 സെന്റ് കളിസ്ഥലം കരസ്ഥമാക്കിയത്. ശനിയാഴ്ച വൈകിട്ട് ദീപശിഖ പ്രയാണം നടക്കും. മതിലകം SHO MK ഷാജി ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ഞായറാഴ്ച വൈകിട്ട് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ നമ്മുടെ കളിക്കളം ഏറ്റെടുക്കൽ പ്രഖ്യാപനം നിർവഹിക്കും. കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ET ടൈസൺ MLA, MS ദിലീപ്, PV സജിത, MK പ്രേമാനന്ദൻ, PM സിജിത്ത്, PK സുനിൽകുമാർ, MS ലെനിൻ, സോമൻ താമരക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. സീതാറാം യെച്ചൂരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി മുൻ MLA KV അബ്ദുൽ ഖാദർ എഡിറ്റ് ചെയ്ത ചുവപ്പിന്റെ അണയാത്ത നക്ഷത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രകാശനം നിർവഹിച്ചു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് PR കൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. ചാവക്കാട് ഹോച്ച്മിൻ പഠന കേന്ദ്രവും കോഴിക്കോട് ഗ്രാൻഡ്മ ബുക്സും സംയുക്തമായാണ് പ്രകാശനം നടത്തിയത്. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ലോക്കൽ സെക്രട്ടറി KR സൂരജ്, സജീവൻ മാണിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
IR കൃഷ്ണൻ മേത്തല ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ IR കൃഷ്ണൻ സാഹിത്യ പുരസ്കാരത്തിന് സുരേന്ദ്രൻ മങ്ങാട്ടിന്റെ തീമരങ്ങൾ എന്ന നോവൽ അർഹമായി. 15,001 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 16-ന് കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അശോകൻ ചെരുവിൽ സമർപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. TK ഗംഗാധരൻ, സെബാസ്റ്റ്യൻ, CS തിലകൻ, ഉഷാദേവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് MV റോഷ്, ഹെൽത്ത് സൂപ്പർവൈസർ KK വിനോദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ഹാംലെറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. ആദൂർ ശ്രീ ദുർക്ഷ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. തന്ത്രി പരമേശ്വര അണ്ടലാടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് സുധാകരൻ, സെക്രട്ടറി AR രജീഷ്, ഗജാൻജി KA കിഷോർ, ജോയിന്റ് സെക്രട്ടറി ഷാജി, വൈസ് പ്രസിഡന്റ് സുനി, മുരളി കളത്തിപ്പറമ്പിൽ, സുരൻ അന്തോരവളപ്പിൽ, കിഴക്കൂട്ട് രാമൻകുട്ടി, വേണു എന്നിവർ നേതൃത്വം നൽകി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 7,690 രൂപ, പവന് 61,520 രൂപ. വെള്ളി ഗ്രാമിന് 101 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,310 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിസോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷം, 3 KSU പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. യൂണിയൻ ചെയർപേഴ്സണിന്റെ പരാതിയിൽ 10 SFI പ്രവർത്തകർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. 3,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. പറവൂർ സ്വദേശി KL ജൂഡാണ് പിടിയിലായത്. ഭൂമിയുടെ അവകാശരേഖ അനുവദിക്കുന്നതിനായി പണം കൈപ്പറ്റുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ദേശീയപാത വികസനത്തിനായുള്ള മണ്ണെടുപ്പ്, വാഗ മറ്റം റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കാറളത്ത് വീടിന്റെ പൂട്ട് പൊളിച്ച് മോഷണം, 10 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സീനിയർ നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് കുന്നംകുളത്ത് തുടരുന്നു. 36 സ്വർണവുമായി ആതിഥേയരായി കേരളം 1ാം സ്ഥാനത്ത് കുതിക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.